ഹലോ, ഇന്ന് നമ്മുടെ ഇസുവിൻ്റെ കാതുകുത്താണ് കേട്ടോ. കാതുകുത്തെന്ന് പറയുമ്പോൾ ആദ്യത്തെ കാതുകുത്തല്ല, മൂന്നാമത്തെ കാതുകുത്താണ്. ഈ മൂന്നാമത്തെ കാതുകുത്തിൽ എത്തിച്ചേർന്ന കഥ ഞാൻ പിന്നെ പറയാം. നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാന്നാണേ. പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്കും 5 മണിയായി. സ്വാഭാവികം, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും ഉമ്മായും ഇസുവും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇതിനിടയ്ക്ക് ഇസു എന്തൊക്കെ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവില്ല. കാരണം അവൾ അവളുടേതായിട്ടുള്ള ഭാഷയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പെട്രോൾ പമ്പിലാണ് പോയത്. അവിടെ നിന്ന് നേരെ ഒരു കഫേയിലും. ഇസു വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും അവിടെ ചെന്നിട്ട് കരഞ്ഞു വിളിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം. കട്ട്ലറ്റ് വേണമെന്ന് പറഞ്ഞു, കട്ട്ലറ്റ് വാങ്ങി. പക്ഷെ അവൾ 2 കടി കടിച്ചിട്ട് പിന്നെ എനിക്കാണ് തന്നത്. പിന്നെ ഞാൻ കഴിച്ചു. അത് എനിക്ക് തന്നിട്ട് അവിടെ പോയി നിന്ന് ഒളിച്ച് കളിക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. പിന്നെ നമ്മൾ ഐസ്ക്രീം ബേസ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം വാങ്ങിയിരുന്നു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കുറച്ചൊക്കെ കഴിച്ചു. പക്ഷെ അതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഒരുപാടൊന്നും കഴിച്ചില്ല, കുറച്ചേ കഴിച്ചോളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാതുകുത്താനായിട്ട് പോയി. നെടുമങ്ങാട് പെരേപ്പാരൻസിലായിരുന്നു പോയത് കാതുകുത്താനായിട്ട്. നമ്മൾ പോയ ദിവസം ഓഫർ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒന്ന് ഓഫർ ഉണ്ടെന്ന്. ചെന്ന വഴി നമ്മൾ കമ്മൽ സെലക്ട് ചെയ്യാനായിട്ട് നിന്നു. ആദ്യം തന്നെ കമ്മൽ സെലക്ട് ചെയ്തത് നമ്മൾ കമ്മൽ കുത്താണ് കേട്ടോ ചെയ്യുന്നത്, അല്ലാതെ ഗണ്ണായിരുന്നില്ല. അത്യാവശ്യം നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഈസോ അവിടെ സെയിൽസിൽ നിൽക്കുന്ന ആളുമായിട്ട് ഭയങ്കര ചിരിയും കളിയുമാണ്. ആദ്യം നമ്മൾ ഗോൾഡിൻ്റെ പെയറായിരുന്നു നോക്കിയത്. പക്ഷെ അതൊന്നും ഓക്കെ ആവാത്തതുകൊണ്ട് പിന്നെ ഒരു ഡയമണ്ടിൻ്റെ സെറ്റാണ് നമ്മൾ എടുത്തത്. ഈ ബട്ടർഫ്ലൈ ആണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. ദേ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വന്നപ്പോഴേ ആള് വിളി തുടങ്ങി. കാരണം എന്താണെന്നല്ലേ? സംഭവം ഇപ്പം പറഞ്ഞുതരാം. ഇസുവിനിപ്പോൾ 2 വയസ്സും 8 മാസവും ആയിട്ടുണ്ട്. ഇസുവിന് ആദ്യമായിട്ട് കാതുകുത്തുന്നത് അവൾക്ക് 2 വയസ്സാവുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആണ്. അതും നമ്മളൊരു ജ്വല്ലറിയിൽ കൊണ്ടുപോയിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഗണ്ണ് വെച്ചിട്ടായിരുന്നു കാതുകുത്തിയത്. പക്ഷെ അതൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ ഗണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു 5-6 വട്ടം കമ്മൽ അതിൽ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇളകി താനേ തറയിൽ വീഴുന്നു പോവുമായിരുന്നു. അങ്ങനെ ഒരു 5-6 വട്ടം ട്രൈ ചെയ്തപ്പോഴാണ് ഗണ്ണ് ഷൂട്ടായി കാതിൽ കമ്മൽ വീഴുന്നത്. കാതിൽ കമ്മൽ വീഴുന്ന ടൈമിന് അവർ ആണി ഇട്ട് കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ട് മോള് ജസ്റ്റ് ഇങ്ങനെ തൊട്ടപ്പോഴത്തേക്കും ആ കമ്മൽ ഉഴി തറയിൽ വീഴുന്നു. പിന്നെ ഒന്നും പറയണ്ട, നല്ല രീതിക്ക് മോളെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. കമ്മൽ ഇളകി പോകുന്നത് കൊണ്ട് നമുക്ക് തിരിച്ച് വീണ്ടും ആ കമ്മൽ ഇടണമായിരുന്നു. പാവം ഒരുപാട് വേദന ഒന്ന് സഹിച്ചായിരുന്നു. പിന്നെ നമുക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു അന്ന്. പിന്നെ ഒരു 3 to 4 ഡേയ്സ് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ചെവിയിൽ നിന്ന് ആ കമ്മൽ ചേഞ്ച് ചെയ്ത് വേറെ കമ്മൽ ഇട്ട് കൊടുത്തിട്ട് എന്താ 2 ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ ഒരു ചെവിയിലെ കമ്മലിനെ അവൾ ഓടിച്ചു. പിന്നെ ആ കമ്മൽ കൊണ്ടുപോയി മാറ്റി വന്നപ്പോഴത്തേക്കും ചെവിയിലെ ഹോൾ അടഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം അവൾ ഒറ്റ കാതിൽ കമ്മലൂട്ടായിരുന്നു നടന്നത്. പിന്നെ മറ്റേ കാതു കുത്തണമല്ലോ, അങ്ങനെ ഒരു തട്ടാൻ്റെ അടുത്തായിരുന്നു കൊണ്ടുപോയത്. അവിടുന്ന് കാതുകുത്തി 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 2 കമ്മലിന്റെ കത്തി തീരുമാനമായി. 2 അവൾ ഓടിച്ചു. അന്ന് തീരുമാനിച്ചതാ ഇനി ഉടനെ ഒന്നും കാതു കുത്തണ്ടാന്ന്. ഇപ്പോൾ ഒരു 8 മാസത്തിന് ശേഷമാണ് കേട്ടോ വീണ്ടും കാതു കുത്തുന്നത്. ഇവിടുത്തെ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ അവൾ ഭയങ്കരമായിട്ട് കരയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത്രയ്ക്കൊന്നും അവൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കരഞ്ഞു ഇല്ലാന്നല്ല, എങ്കിലും പെട്ടെന്ന് കഴിഞ്ഞു കാതുകുത്തിയത്. പിന്നെ എടുത്തു പറയേണ്ടത് അവരുടെ കസ്റ്റമർ സർവീസ്. അയ്യോ, മോളോട് എന്ത് കാര്യമായിരുന്നെന്നറിയോ, നമ്മളോടും അവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര ഡിലേ ആയത് മോക്ക് കാതുകുത്താനൊക്കെ. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുമായിരുന്നു സംഭവം എന്നൊക്കെ. അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ നോക്കുന്നുണ്ടായിരുന്നു അവൾ കരയാതിരിക്കാനും അവളെ കളിപ്പിക്കാനും ഒക്കെ ആയിട്ട്. സോ അവരും ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ട് നമുക്കും വലിയ വിഷമമൊന്നും ഫീൽ ചെയ്തില്ല. എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു അവൾ അവിടെ നിന്ന് ഇറങ്ങിയത്. വേണ്ടേ ബൈയെല്ലാം പറയുന്നുണ്ട്. ഉമ്മാക്ക് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ റോജയിൽ കയറിയപ്പോഴും ഉമ്മാരെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇസുവിന്റെ പിറകെ ഇങ്ങനെ നടക്കുകയാണ്. ഇസുവിനെന്ന് വെച്ചാൽ ഇങ്ങനെ കയറി ഇറങ്ങി എല്ലായിടും ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കണം, അതാണ് ഇഷ്ടം. പക്ഷെ ആരെങ്കിലും എടുക്കാനോ പിടിക്കാനോ വന്നു കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ്. പിന്നെ ഇസുവിൻ്റെ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് എടുത്തായിരുന്നു. അത് അവർ റിക്കഗ്നൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ വന്ന് ചോദിച്ചായിരുന്നു ഇവിടെ നിന്ന് എടുത്തതല്ലേ, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ. മോക്ക് വലിയ പെരുന്നാളിന് എടുത്തതായിരുന്നു ഈ ഡ്രസ്സ്. അവരിത് ഇന്നും മറന്നിട്ടില്ല. ഓർത്ത് വെച്ച് ചോദിച്ചപ്പോൾ ഹാപ്പി. അവിടെ നിന്ന് ഇസുവിൻ്റെ കുറുമ്പ് കൂടിയപ്പോൾ ഞാൻ അവളെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. ഇസുവിൻ്റെ അടുത്ത് ക്യാമറയിൽ നോക്കാൻ പറയുന്നുണ്ട്, പക്ഷെ നോക്കുന്നില്ല. അപ്പോൾ ബൈ.